ഭദ്ര LP സ്കൂളാണ്. ഇവിടെ LKG തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. 100ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വന്നു പോകുന്ന വാഹനത്തിലായാലും നടന്നു പോകുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഉള്ളത്. എൻ്റെ പേര് പ്രഭിത. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പൊ സ്കൂളിന് വേണ്ടിയാണ്, സ്കൂളിനും സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഇത് ആരെ ഇടണത് നമുക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഇതിങ്ങനെ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇത് വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് നടന്നു വരുന്ന കുട്ടികളും അവരുടെ പാരന്റ്സ്, അതുപോലെ വണ്ടിമേലായാലും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രശ്നം കൂടി, കാരണം ഭയങ്കര സ്മെല്ലും കുപ്പിച്ചില്ല, കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നത്. സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് ഭക്ഷണത്തിന്റെ വേസ്റ്റും എല്ലാം കൊണ്ടുവന്നിടുന്നതുകൊണ്ട് തന്നെ കാക്കയൊക്കെ അല്ലെങ്കിൽ പട്ടിയൊക്കെ പറിച്ച് കടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. വളരെ വൃത്തികേടായ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. നമ്മളത് ഇതിനു മുൻപ് ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതൊന്ന് തൽക്കാലം ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊരു പ്രവർത്തനമാണ് ഇത്. ഏത് രീതിയിലായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് സ്കൂളിന് വേണ്ടിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതിലെ ചവിട്ടിയാണ് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു വരുന്നത്. ഇപ്പൊ വണ്ടിയാണെങ്കിലും അത് വലിച്ചു കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര സ്മെല്ലും, അതുപോലെ തന്നെ കുട്ടികൾക്ക് തന്നെ ചെരുപ്പ് ആണെങ്കിൽ പോലും ഈ കുപ്പിച്ചില്ലും അതൊക്കെ ആകുമ്പോൾ കാലുമ്പോ കയറാനും നടന്നു വരുന്ന കുട്ടികളും ഉണ്ട് നമുക്ക്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടപ്പെട്ടവര്, നമുക്കറിയില്ല ആരെ കൊണ്ടുവന്നെ. നമ്മള് ഒരു ദിവസം രാവിലെ ഞാൻ വരുന്ന സമയത്ത് കവറില്ല, പക്ഷെ വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്ത് ഭക്ഷണവും തുണികളും ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പകൽ സമയത്തും കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ആരാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, നമ്മള് കാണുക ആരും ഇടുന്നതല്ല. പക്ഷെ എങ്കിലും ആ ഒരു കുറച്ച് വശം വീടുകളോ അല്ലെങ്കിൽ ആളുകളോ അധികം സഞ്ചരിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ഇടുന്നതെന്ന് വിചാരിക്കുന്നു. വാർഡ് മെമ്പറോട് ടീച്ചർ സംസാരിച്ചായിരുന്നോ? വാർഡ് മെമ്പറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാർഡ് മെമ്പർ അതിന് ഇടപെടാറുണ്ട്. പലപ്പോഴും ഇതിനു മുൻപും വാർഡ് മെമ്പറോട് നമ്മൾ സംസാരിച്ചപ്പോഴും മെമ്പർ പറഞ്ഞത് അങ്ങനെ ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു. കുറച്ച് ദിവസം നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഇപ്പൊ ആ സൈഡ് കോൺക്രീറ്റ് ചെയ്തായാലും ഇപ്പൊ വീണ്ടും അവിടെ പുല്ല് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മതിലിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ അത് പുല്ല് വെട്ടിച്ചപ്പോഴാണ് അവിടെ അതിന്റെ ഉള്ളിൽ ഇത്രയും കുപ്പിച്ചില്ലും ചട്ടി, അതുപോലെ തുണിത്തരങ്ങള്, ഭക്ഷണ വേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സ്നഗ്ഗി പോലെയുള്ള ഉപയോഗിച്ച വേസ്റ്റ് ഒക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പൊ ഇത്രയും ഇങ്ങനെ ചെറിയ കുട്ടികള് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുമ്പില് ഇത്രയും ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇത്രയും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരായാലും അതിനൊരു നടപടി വേണം. ഞങ്ങളുടെ സ്കൂളിന് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണം എങ്ങനെയാണ്? ഞങ്ങളുടെ അടുക്കള അതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പൊ അവിടേക്ക് തന്നെ നല്ല മണമുള്ളത്. നമ്മളെ സ്കൂളിന്റെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയോട് ചേർന്ന്, ആ മതിലിനോട് ചേർന്ന് പുറത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ. അപ്പൊ അതും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ വലിച്ച് പറിച്ചിട്ട് കാണാൻ്റെ ഒരു കാഴ്ചയാണ്. അത്രയും ഒരു വൃത്തികേടായി. നമ്മള് ഒരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ വീടുകളുടെ മുമ്പിലാണെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതിപ്പോ നമ്മുടെ ഒരു കണ്ണിൽ പെട്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ട്, നമ്മളുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുകയല്ല ഇതൊന്നും ചെയ്യുന്നത്. ആരായിട്ടൊന്നും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മെമ്പർ ഇതിനൊരു ശാശ്വത പരിഹാരം പറഞ്ഞു. ഇത് പഞ്ചായത്താണോ? തുറവൂർ പഞ്ചായത്ത്. അവിടെ സമീപിച്ചു എന്ന് പറഞ്ഞ മെമ്പറിനോട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസവും, കാരണം പാരന്റ്സ് പലരും കംപ്ലൈന്റ് ചെയ്തപ്പോൾ മെമ്പറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെമ്പറും ഇതുപോലെ എന്താ വേണ്ട നടപടികൾ, നമുക്കത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാത്ത രീതിയിൽ അത്രയും ഭാഗം വൃത്തിയായി സംരക്ഷിക്കാനുള്ള ഒരു മാർഗത്തിന് മെമ്പർ നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നടപടി ആയിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നും ഇതേപോലെ കാണാൻ സാധിക്കില്ലല്ലോ. ഒരാഴ്ചയോളം എനിക്ക് തോന്നുന്നു പിന്നെ ഇടുന്നുണ്ട്. അന്ന് കിടക്കണതല്ല, പുതിയതായിട്ട് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. മറയാണ്. അതെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കില്ല ഇടുന്നത്. അതുപോലെ നമ്മൾ പോകുന്നതിന് ശേഷവും രാത്രിയോ സന്ധ്യ സമയത്തൊക്കെ ഇടുന്നതാണോ എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. രാവിലെ വരുമ്പോൾ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അത് നീക്കം ചെയ്യുന്ന വെച്ചാൽ പലപ്പോഴും ഞങ്ങളാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന ആരെങ്കിലും, അപ്പുറത്തെ വീടുകളിലുള്ള ആരെങ്കിലും കാണുമ്പോൾ അത് മാറ്റം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമുക്കിത് സ്ഥിരമായിട്ട് ഇതുപോലുള്ള വേസ്റ്റ് കൊണ്ടുവന്നിടാനുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കത് വെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥാപനമൊക്കെ ആണല്ലോ. അപ്പൊ അത് അത്ര സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി നമുക്കുണ്ട്. LKG തുടങ്ങി 4 വരെ 100ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതില് ചെറിയ കുട്ടികളാണ് പാരന്റ്സ് കൊണ്ടുവന്നാക്കുന്നവരുണ്ട്. അപ്പൊ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഇത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തില് അവരുടെ കുട്ടികൾ പഠിക്കുന്ന ആരും താല്പര്യപ്പെടില്ല. അവരുടെ ആരോഗ്യത്തിന് വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇതിന്
നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, അവരത് ഏറ്റുപറയുന്നു, ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ കുട്ടികള് കണ്ടുപഠിക്കുന്നത് മുതിർന്നവരെ കണ്ടാണ്. അപ്പൊ ഇതിങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും ആണോ? അതെ, കുട്ടികളെ എന്ന് വെച്ചാൽ അവര് നമ്മളോട് വന്ന് പറയുന്നുണ്ട് ക്ലാസ്സിലൊക്കെ. ഇപ്പൊ നമുക്ക് അതുപോലുള്ള ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു നമ്മളുടെ വേസ്റ്റ് മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് നിക്ഷേപിക്കാൻ നമ്മൾ പറയുമ്പോ ഉടനെ അവര് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ അവിടെ ഇടുന്നുണ്ടെന്നോ, അങ്ങനെയാണ് കുട്ടികൾ പറയുന്നത്. അവർ കാണുന്നത് അതാണല്ലോ. അപ്പൊ അതൊരു നല്ലൊരു അതെ. അപ്പൊ അതിന് എന്താണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ടീച്ചർ പറയാനുള്ളത് പറഞ്ഞു? തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം, ഹരിത വിദ്യാലയം ഒക്കെ ഇട്ട് ഞങ്ങള് പരമാവധി പച്ചപ്പോട് കൂടി സ്കൂൾ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ കുട്ടികൾക്ക് പരമാവധി ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ നമ്മൾക്ക് ഉണ്ട്. ഒരു പഴയ കെട്ടിടമാണ്, അങ്ങനെയുള്ള ഇതൊക്കെയാണ്. എങ്കിലും നമ്മളുടെ ഒരു കഴിവ് നിന്നുകൊണ്ട് നമ്മൾ പരമാവധി കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഇത്രയും ഹരിത വിദ്യാലയം അല്ലെങ്കിൽ ഇതുപോലെ കേരളത്തിലായാലും റോഡുകളും പൊതുസ്ഥലങ്ങളും ഒക്കെ നമ്മൾ ഇത്രയും വൃത്തിയായി സംരക്ഷിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആ ഒരു നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ ശ്രീഭദ്ര കിടങ്ങൂർ സ്കൂളിന്റെ പരിസരം. സ്കൂളിന്റെ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും മറ്റു വേസ്റ്റുകളും കൊണ്ടിടുന്നു. പുകയില രഹിത വിദ്യാഭ്യാസം എന്ന് ഗവൺമെന്റിന്റെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പരിസരത്താണ് സാമൂഹ്യ വിരുദ്ധരുടെ മദ്യക്കുപ്പികൾ, പുകയില ഉൽപ്പന്നങ്ങൾ, വീടുകളിലെ വേസ്റ്റുകൾ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ ഒരുപാട് കാണുന്നതാണ് ചാക്കുകെട്ട്, അതിനകത്ത് എന്താണെന്ന് അറിയില്ല. ഈ പരിസരങ്ങളെല്ലാം മെഡിക്കൽ വേസ്റ്റുകൾ, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റുകൾ, ഇതെല്ലാം ഇടുന്നതാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ചുറ്റും അയലക്കത്തുള്ള വീട്ടുകാരാണ് ക്ലീൻ ചെയ്യുന്നത്. ഇവർ ഇട്ടുകൊണ്ട് പോകും, പിറ്റേ ദിവസം ഇവർ ക്ലീൻ ചെയ്യും. ഈ കാണാവുന്ന ക്ലീൻ ചെയ്തതിന്റെ വേസ്റ്റുകളാണ് ഈ പരിസര പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഈ മേഖലയിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമൂഹത്തിന് വിരുദ്ധമായി ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമപാലകരെ ഏൽപ്പിക്കുക. പഞ്ചായത്ത് അധികാരികൾ ഇതിന് ശക്തമായ നടപടി എടുക്കുക. ഗവൺമെന്റ് തലത്തിലും ഇതിനൊരു നടപടി എടുക്കണം. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കീഴിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ജനങ്ങൾക്ക്, സമൂഹത്തിനും ദൂഷ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഒരിക്കലും അനുവദിക്കരുത്. ഇത് തടയണം എന്ന് അഭ്യർത്ഥിക്കുന്നു.